കൊച്ചി എടയാർ വ്യവസായ സ്ഥാപനത്തിലെ തീപിടുത്തത്തിൽ മരിച്ചത് ബീഹാർ സ്വദേശിയായ തൊഴിലാളിയെന്ന് സ്ഥിരീകരിക്കുന്നു. നിരവധി പേർക്ക് പൊള്ളലേറ്റു. 30 പേരാണ് കമ്പനിയിലുണ്ടായിരുന്നത്. ഓയിൽ ടാങ്കിന് തീപിടിക്കുകയായിരുന്നു. കമ്പനിക്ക് ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടില്ല എന്നുള്ള പ്രാഥമിക നിഗമനം കൂടിയുണ്ട്. എസ് ശരൺ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ശരൺ, ഇപ്പോൾ തീപിടുത്തം എത്രത്തോളം അണയ്ക്കാനായിട്ടുണ്ട്? ഇപ്പോൾ കാണുന്ന തത്സമയ ദൃശ്യങ്ങളിൽ തീ ഇപ്പോഴും പടരുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എന്താണ് നമുക്ക് പുതിയതായിട്ടുള്ള വിവരങ്ങൾ? തീ പിടുത്തം തടയാനാവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണോ? സ്മൃതി, തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അണച്ചതിന് പിന്നാലെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഇവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ കാണുന്നത് പാതാളത്തെ CG ലൂബ്രിക്കൻസ് എന്ന ഓയിൽ കമ്പനിയാണ്. ഈ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. ഇത് പ്രധാനമായും ഉപയോഗിച്ച ഓയിൽ റീസൈക്കിൾ ചെയ്യുന്ന കമ്പനിയാണ്. അങ്ങനെ റീസൈക്കിൾ ചെയ്യുന്നതിനിടയിൽ ഇന്ന് രാവിലെ 9:30 കൂടി ഇവിടെ തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. ആ സമയത്ത് ഇവിടെ 32 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാളാണ് മരിച്ചതെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ബീഹാർ സ്വദേശിയാണ്. ബീഹാർ സ്വദേശിയായ ശത്രുഘ്ൻ മുഖിയാണ് മരിച്ചതെന്നുള്ളതും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ തീപിടുത്തം ഉണ്ടായി വലിയ രീതിയിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. ആ പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് തൊട്ട് മുമ്പായിട്ട് അദ്ദേഹം ഈ പ്രവർത്തിക്കുന്ന ബ്രോയിലർ ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. അതിനിടയിലാണ് അദ്ദേഹം അപകടത്തിൽ പെടുന്നത്. എന്തായാലും പിന്നീട് കത്തിക്കരിഞ്ഞ നിലയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത്. നേരത്തെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിച്ച് ഇവിടെ വലിയ രീതിയിൽ തന്നെ തീയണയ്ക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ കൂടെ ഉണ്ടായിരുന്ന ജീവനക്കാർ പറഞ്ഞിരുന്നത് ഒരാളെ കാണാനില്ല എന്നുള്ളതാണ്. ഈ ശത്രുഘ്ൻ മുഖ്യ അകപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് പരിശോധന നടത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. മറ്റൊരാൾക്ക് കൂടി പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് ചികിത്സയ്ക്കായി മാറ്റിയിരിക്കുന്നത്. ഏതായാലും എന്താണ് ഈ തീപിടുത്തത്തിന് കാരണമെന്ന കാര്യത്തിൽ ഇപ്പോഴും ഫയർഫോഴ്സിന് വ്യക്തത വന്നിട്ടില്ല. ഏതായാലും ഷോർട്ട് സർക്യൂട്ടഡ് അല്ല എന്നുള്ള നിഗമനത്തിലേക്കാണ് ഫയർഫോഴ്സ് എത്തിയിരിക്കുന്നത്. മറ്റെന്തെങ്കിലും കാരണമാണെന്നുള്ളത് സംശയത്തിൽ അത് കൂടുതൽ പരിശോധനകളിലേക്ക് കൂടി ഫയർഫോഴ്സ് കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ കമ്പനി നശിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒരു തൊഴിലാളി മരിച്ചിരിക്കുന്നു. 30 പേരാണ് അവിടെ ഉണ്ടായിരുന്നത്. നിരവധി പേർക്ക് പൊള്ളലേറ്റു എന്നുള്ള വിവരം കൂടിയുണ്ട്. സംഭവ സ്ഥലത്തു നിന്നാണ് SS ശരൺ വിവരങ്ങൾ നൽകിയത്.